അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹദീസിലൂടെ ദിവസവും ഓരോ അറിവ് പഠിക്കാം എന്ന വിഷയത്തിൽ നമ്മുടെ സഹറത്തുൽ ബയാൻ എന്ന ചാനലിൽ നടക്കുന്ന 22ാമത്തെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 21 ഹദീസുകളും കേട്ട് പല തവണ കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. മറ്റുള്ളവരിലേക്ക് അത് കൈമാറുകയും കേട്ടവരെല്ലാം അതിനെ ലൈക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസ്. അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖത്തൻ വമാ സുരിക മിൻഹു ലഹു സദഖത്തൻ വലാ യസ്റഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തൻ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ, ഒരൊറ്റ മുസ്ലിമും ഇല്ല, യഗ്രിസു ഗർസൻ, ഒരു ചെടിയെ, ഒരു വൃക്ഷ തൈയിനെ അവൻ നടും, അങ്ങനത്തെ ഒരൊറ്റ മനുഷ്യനും ഇല്ല, ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖത്തൻ, ആ വൃക്ഷം വലുതായി അതിൽ പഴങ്ങളുണ്ടായാൽ ആ വൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിക്കപ്പെടുന്ന പഴം അവനിക്കായിട്ടല്ലാതെ സ്വതക്കത്താൻ, അത് അവനിക്ക് സ്വതക്കയായിട്ടല്ലാതെ ഇല്ല. അപ്പൊ അവനൊരു വൃക്ഷത്തെ നട്ടാൽ അത് വലുതായി അതിൽ നിന്ന് പഴങ്ങളുണ്ടായാൽ ആ പഴങ്ങളിൽ നിന്ന് ആരൊക്കെ ഭക്ഷിക്കുന്നോ അത് ഇവനിക്ക് സ്വതക്കയായി മാറും. ഒമാ സുരിക മിൻഹു ലഹു സദഖത്തൻ, അതിൽ നിന്ന് കളവ് നടത്തപ്പെട്ടാലും അത് അവനിക്ക് സദക്കയായി അവനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. കളവ് സദക്കയാവും എന്നല്ല, എന്നാൽ അത് നട്ട വൃക്ഷത്തിന്റെ ഉടമക്ക് അത് സദക്കയായി പരിഗണിക്കും. വലാ യസ്റഉഹു അഹദുൻ, ആ വൃക്ഷത്തിന്റെ പഴങ്ങളെ കുറക്കുകയില്ല, അഹദുൻ, ഒരാളും, ഒരു സാധനവും, മനുഷ്യനാവട്ടെ പക്ഷിയാവട്ടെ മൃഗമാവട്ടെ, ആ വൃക്ഷത്തിലുണ്ടാകുന്ന പഴം ആരൊക്കെ എടുക്കുന്നുവോ അതൊക്കെ ഇല്ല കാന ലഹു സദഖത്തൻ, അതൊക്കെ ഇവനിക്ക് സദഖയായി മാറും. വലിയ ഉപകാരമാണ് കിട്ടുന്നത്. അത് വേറെ ഹദീസിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ യഗ്രിസുൽ മുസ്ലിമു ഗർസൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു വൃക്ഷത്തെ നടുകയില്ല, എന്നിട്ട് ആ വൃക്ഷത്തിലുണ്ടാകുന്ന പഴത്തിൽ നിന്നും മനുഷ്യനോ മൃഗമോ പക്ഷിയോ ഭക്ഷിക്കുകയുമില്ല, ഇല്ലാ കാന ലഹു സദഖത്തൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതവനിക്ക് സദഖയായിട്ടല്ലാതെ എന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം, മിൻ സഅതി കറമില്ലാഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ വിശാലതയിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിൽപ്പെട്ടതാണ്, അയുസീബ അലാ മാ ബഅദൽ ഹയാത്തി കമാ യുസീബു അലാ ദാലിക ഫിൽ ഹയാത്തി, ജീവിതകാലത്ത് പ്രതിഫലം ലഭിക്കുന്നത് പോലെ മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളോ, അങ്ങനെയുള്ള 6 കാര്യങ്ങളുണ്ട്. ഒന്ന് സദഖത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന വഖഫ് സ്വത്ത്, അങ്ങനെയുള്ള സദഖ.
അല്ലെങ്കിൽ ഉപകാരമുള്ള അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചവൻ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോ ഇവൻ മരണപ്പെട്ടാലും പ്രതിഫലം ഇങ്ങനെ മുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ മക്കളുണ്ടെങ്കിൽ ഇവൻ മരണപ്പെട്ടതിന് ശേഷവും ആ മക്കൾ പ്രാർത്ഥിക്കുമ്പോ ഇവനിക്ക് പ്രതിഫലം വരുന്നു. അല്ലെങ്കിൽ വല്ല വൃക്ഷത്തൈകളും നട്ടു, അല്ലെങ്കിൽ അവന് കൃഷി ചെയ്തു, അല്ലെങ്കിൽ റിബാത്ത് എന്ന് പറഞ്ഞാൽ അതിർത്തി മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സേനയായി തയ്യാറായി ഏത് സമയത്തും അവരുടെ സംരക്ഷണം കാത്തുകൊണ്ട് വളരെ നിരീക്ഷണത്തോടുകൂടെ കാത്തു നിൽക്കുന്ന ശത്രുക്കൾ വരുമ്പോ തടയാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മനുഷ്യർ മരണശേഷവും അവനിക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ ഒരു വൃക്ഷത്തൈ നട്ടാൽ നാം മരണപ്പെട്ട ഖബറിലാണെങ്കിലും ആ ഖബറിലേക്ക് ഇതിൽ നിന്ന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. നമ്മളുടെ ഉടമസ്ഥതയിൽ നിന്ന് ആ വൃക്ഷം മാറി മറ്റൊരാളിലേക്ക് ആയാൽ പോലും അത് നട്ടവനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഉണർത്തുന്നു, പരമാവധി ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി വൃക്ഷത്തൈകൾ നടാൻ വേണ്ടി നാം ശ്രമിക്കണം. അത് പ്രകൃതിപരമായും നാളെ പാരത്രികമായും ഈ ഐഹിക ലോകത്തും രണ്ടും ലോകത്തും ഉപകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമലാണ് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനലിൽ അനേകം ആളുകൾ അംഗങ്ങളായിട്ടുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുകയും ആഫത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അവരെല്ലാം കാക്കുകയും അവരുടെ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു നീക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.